നമുക്കൊരു വ്ലോഗ് തുടങ്ങിയാലോ? കുറേ കാലമായി. രാവിലത്തെ ചിട്ടകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 6:25. വ്ലോഗ് തുടങ്ങിയത് അമ്പലത്തിൽ നിന്നാവാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കാം. 2025 അവസാനിക്കുന്നത് ഇവിടെയാണ്, പോണ്ടിച്ചേരിയിൽ. കുറേയധികം യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ ആക്കിയിരുന്നു. അതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഹാർഡ് ഡിസ്ക് മരിച്ചു. ഹാർഡ് ഡിസ്ക് 4 TB ഉണ്ടായിരുന്നു, എല്ലാം പോയി. അതിനാൽ സങ്കടപ്പെട്ട കാര്യമില്ല. പുതിയ യാത്രകളുടെ വിശേഷങ്ങൾ, പുതിയ പണികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ. ഇരുട്ട് ഉണ്ടെങ്കിലേ വെളിച്ചം എന്താണെന്ന് മനസ്സിലാവും. യെസ്. വിഴുപ്പുറം പോണ്ടിച്ചേരിയിൽ നിന്ന് കിഴക്കോട്ട് 40ഓളം കിലോമീറ്റർ വന്നു കഴിഞ്ഞാലുള്ള ഒരു സ്ഥലമാണ് വിഴുപ്പുറം. വിഴുപ്പുറത്ത് ഒരു സൗണ്ട് സ്റ്റുഡിയോ ഉണ്ട്. അവിടെ 10 വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു ഫോളി ആർട്ടിസ്റ്റ് മിസ്റ്റർ പാണ്ഡ്യൻ ഉണ്ട്. പാണ്ഡ്യൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോൾ പ്രകാരം ഞാനിവിടെ ഒരു സിനിമയുടെ വർക്കിന് വന്നതാണ്. സിനിമ ഭാഷ ഹിന്ദിയാണ്. ഏതാണ് സിനിമ എന്ന് പറയാൻ പറ്റാത്തതിനാൽ പേര് പറയുന്നില്ല. എന്തായാലും ആ വർക്കുകളൊക്കെ തുടങ്ങിയ ശേഷം നമുക്ക് യാത്രകൾ ആരംഭിക്കാം. യാത്രകളില്ലെങ്കിലും വ്ലോഗുകൾ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു സ്റ്റുഡിയോയിൻ്റെ പേരാണ് ഫോളി ക്രാഫ്റ്റ് സ്റ്റുഡിയോസ്. ഇവിടെ സിനിമകൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ്. ജൂലൈ മാസത്തിന് ശേഷം ഡിസംബർ ലാസ്റ്റോട് കൂടി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. 5 മാസം ജൂലൈ. എന്നാടാ? ഓക്കെ ഓക്കെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസത്തിന് ശേഷമാണ് വർക്ക് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ വർക്കൊക്കെ കഴിഞ്ഞ് ബ്രേക്കൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ചായയുടെ മുമ്പ് ദോശ, തമിഴ്നാടൻ ദോശയും ഒക്കെ കഴിച്ച് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. വിഴുപ്പുറത്തുനിന്ന് കുറച്ചിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഒരു ആശ്രിയർ നഗറുണ്ട്. അവിടെയാണ് ഞാനുള്ളത്. ആശ്രിയർ നഗർ. അപ്പോൾ ഞാനൊന്ന് ഭക്ഷണശേഷം വയറൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്, വയറൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് നടന്നതാണ്. നല്ല പഴയ ഓർമ്മകൾ തരുന്ന ഗ്രാമപ്രദേശം. നമ്മളെ നാട്ടിലിങ്ങനെ വാട്ടർ ടാങ്ക് കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. 26 കരൾ പൊറിച്ചക്കന്നി എന്ന് വെച്ചാൽ എന്താ? രാവിലെ വന്ന അതേ ക്ഷേത്രം, ആഞ്ജനേയർ ക്ഷേത്രം. വേറെയും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീ രാമപാദ ആഞ്ജനേയർ ടെമ്പിൾ. അവിടുന്ന് സ്റ്റുഡിയോയിലേക്കുള്ള വഴിയാണത്.
നല്ല കാറ്റ്. ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളിൽ ഉൾപ്പെട്ടതാണ്. കോലം. അപ്പോഴേ സമയം 10:14 ഇന്ന് കാര്യമായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വർക്കിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു. മിനിഞ്ഞാന്ന് മുതലുള്ള യാത്ര വളരെ പരിതാപകരമായിരുന്നു. ശ്രീകൃഷ്ണ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ബസ്സിലാണ് ഞാൻ ബുക്ക് ചെയ്ത ബസ് ടിക്കറ്റ്. ആ ബസ് 7:40 മലപ്പുറത്ത് നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്. 5:40 മെസ്സേജ് വന്നു, 2 മണിക്കൂർ ലേറ്റ് ആവും എന്ന് പറഞ്ഞ 6 മെസ്സേജ് വാട്സാപ്പിൽ. ആയിക്കോട്ടെ, ഭക്ഷണം കഴിച്ച് കരിക്കാട് നിന്ന് പുറപ്പെട്ടു. 7:40 അല്ലെങ്കിൽ ഒരു 8 മണിയോട് കൂടിയിട്ട് ഞാൻ മലപ്പുറത്തെത്തി. 7:40 8:40 9:40 2 മണിക്കൂർ ലേറ്റായ ബസ് വരണമല്ലോ. 10:40 വന്നില്ല, 11:40 വന്നില്ല. 12 മണിക്കാണ് മലപ്പുറത്ത് ബസ് എത്തിയത്, കാവുങ്ങൽ ജംഗ്ഷനിൽ ബൈപ്പാസിൽ. ആ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര 10:30 വിഴുപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തിയത്. അവിടെ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നാളെ കാണുമെങ്കിൽ ആ കഥ ഞാൻ പറഞ്ഞുതരാം. വളരെ വിഷമകരമായ ഒരു കഥയാണത്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.